ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഈ പരിശുദ്ധ സ്ഥലത്തേക്ക് നാം തീർത്ഥാടകരായി കടന്നു വന്ന് പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുകയാണ്. നാം ഇവിടെ വന്നത് തീർത്ഥാടകരായിട്ടാണ്. തീർത്ഥാടനം എന്നുള്ള വാക്ക് ഭാരതീയ പാരമ്പര്യത്തിൽ നിന്നും നാമം സ്വീകരിച്ച ഒന്നാണ്. തീർത്ഥത്തിലെ ആടനം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. തീർത്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ജലം എന്നുള്ളതാണ്. പരിശുദ്ധ ജലത്തിൽ പൂർണ്ണമായും മുങ്ങുന്നതിനെയാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ഇവിടെ ഈ കുന്നിൻ മുകളിൽ വരുന്ന ഞാനും നിങ്ങളും ഉപയോഗിച്ച വാക്കും തീർത്ഥാടനം എന്നു തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ മുങ്ങിക്കുളിക്കുവാൻ ഒരു തീർത്ഥമുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഉണ്ട് എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്, സഭ പഠിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് കർത്താവ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർത്ഥാടകരായി നാം ഇവിടെ ഈ കുന്നിന്റെ മുകളിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ മുങ്ങിക്കുളിക്കുവാൻ ഒരു പരിശുദ്ധ ജലത്തിന്റെ ഉറവയുണ്ട്. അതെന്താണ് എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട്. അതെവിടെ നിന്നും ലഭിച്ചതാണ്? നിത്യജീവന്റെ ജലം കർത്താവ് കൊടുത്തത് പാനം ചെയ്തപ്പോൾ ഉള്ളിൽ ഒരു ഉറവ പൊട്ടി. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഉള്ളിൽ ജീവജലത്തിന്റെ ഒരു അരുവിയുണ്ടായി. അതുകൊണ്ട് തീർത്ഥാടക ഈ താബോർ കയറി, ഇതിനും താബോർ എന്ന് തന്നെയാണ് പറയുന്നത്, ഈ കുന്ന് കയറി വരുന്നത് അത്തരത്തിലുള്ള ഒരു വിശുദ്ധമായ കുളിയിലേക്ക്. ഞാൻ വീണ്ടും പറയട്ടെ, ഈ കുന്നിറങ്ങിപ്പോകുമ്പോൾ തിരിച്ചു വന്നതുപോലെയുള്ള ഒരു വ്യക്തിയായല്ല, കർത്താവിൽ ഒരു പുതിയ സൃഷ്ടിയായി, ജീവിതത്തിന്റെ പുതിയ ദർശനങ്ങളോടെ, ഒരു വിശുദ്ധിയുടെ അനുഭവത്തോടെ തിരികെ പോകുവാനായിട്ട് നമുക്കിടയാകണം.